ഈ ദൗത്യം ഏറ്റെടുത്തവരാണ് പ്രിയമുള്ളവരെ. ആകയാൽ അതിൻ്റെതായ ഗുണഗണങ്ങളെ പരാമർശിച്ചും സുവിശേഷ സന്ദേശം പങ്കുവെക്കുവേണ്ടതിന് വേണ്ടിയിട്ട് അവസരം വേർതിരിക്കുകയാണ്. ഇവിടെ നല്ല ഫ്ലക്സ് ഇരിക്കുമ്പോൾ സ്പോർട്സിൻ്റെതായ വലിയ ബോധമുള്ള സമൂഹം ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. എല്ലാവരെയും ശബ്ദം എല്ലാവരെയും ഈ ആത്മീക സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ബഹുമാന്യ ദേവദാസൻ പ്രിയ ഷിൻഡോ ദേവദാസൻ മുന്നോട്ട് കടന്നു വരും, സന്ദേശങ്ങൾ പങ്കുവയ്ക്കും. ദേവദാസനെ ക്ഷണിക്കും. ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കേരള ഗോസ്പൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് ഈ പ്രദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകാല് ഈ പ്രദേശത്ത് കടന്നു വരുവാനും നിങ്ങളെ കാണാൻ സാധിച്ചിരിക്കാൻ വളരെയേറെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ധർണത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കേരള സർക്കാരും കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി നേതൃത്വത്തിൽ തുഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് ലഹരിക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ലഹരിയിൽ നിന്ന് അനേകരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അനേകരെ ലഹരി പിടിച്ചെടുത്തുകൊണ്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പോലീസുകാരും എക്സൈസ് വകുപ്പും ചേർന്ന് വലിയ ഒരു കാര്യം നമ്മുടെ ദേശം ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. പ്രത്യേകം കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും കേരള സർക്കാരിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പോലീസ് അധികാരികൾ, എക്സൈസ് അധികാരികൾക്കും കേരള ഗോസ്പൽ ടീമിന്റെ പേരിലുള്ള ഒരു പ്രത്യേക ബിഗ് സല്യൂട്ട് ഞാൻ ഈ നിമിഷം നേരുകയാണ്. ഈ പ്രദേശത്തെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ധർണത്തിൽ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കേരളത്തെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. കേരളം സ്വന്തം നാട് കേരളം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് നമ്മൾ സന്തോഷിക്കുകയാണ്. കേരളത്തെ കുറിച്ച് മറ്റുള്ള രാജ്യക്കാരെല്ലാം പറഞ്ഞിങ്ങനെയാണ് ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന കാര്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളിൽ ഒരു ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പൻ മകനെ കൊല്ലുന്നു, അമ്മ കുഞ്ഞിനെ കൊല്ലുന്നു, അപ്പനും മകനും ചേർന്ന് അമ്മയെ കൊല്ലുന്നു, അമ്മയും മകനും ചേർന്ന് അപ്പനെ കൊല്ലുന്നു. അങ്ങനെ ക്രൂരകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, യഥാർത്ഥമായി എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് സമാധാനമില്ല. എവിടെയാണ് മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും, ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ കേരളത്തെ കുറിച്ച് പറഞ്ഞാൽ തന്നെ വിദ്യാഭ്യാസത്തിന് കുറവാണോ? അല്ല. പൈസയുടെ കുറവാണോ? അതൊന്നും അല്ല. കാരണം മനുഷ്യന് സമാധാനമില്ല. സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യൻ അവൻ കഞ്ചാവിൽ ആശ്രയിച്ചു, അവൻ മദ്യത്തിൽ ആശ്രയിച്ചു. അവന്റെ ജീവിതം മുഴുവനും ഓരോ ദിവസവും മദ്യത്തിൽ ആശ്രയിച്ച് ലഹരിയിൽ ആശ്രയിച്ച് കുറെ ഓടിക്കഴിയുമ്പോൾ അല്പനിമിഷം ഒരു മുഴം കയറിന്റെ അകത്തോ അല്പ ബിഷപ്പിന്റെ അകത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കായലിന്റെ അകത്ത് ചാടി അവന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുക. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അവൻ ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥത്തിന് അടിമയായി അവന്റെ ജീവിതം സ്വയം നശിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് മനുഷ്യന് ഒരു മാറ്റം ആവശ്യമല്ലേ? ഇവിടെ നിങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ വളരെ സന്തോഷം ദേവസ്വം ഉറപ്പിച്ചതുപോലെ ഫുട്ബോളിന്റെ ഒരു കളിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഫ്ലെക്സ് ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. നല്ല അതിനുവേണ്ടി കായിക ഫുട്ബോളിന് വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്ന ഒത്തിരി പേരൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ ഒരു കാര്യം പറയുക, നമ്മൾ ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ മക്കളും തലമുറയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവൊക്കെ മദ്യത്തിന് അടിമയായി കഴിഞ്ഞാൽ എല്ലാ സന്തോഷവും തീർന്നു പോകുന്ന കാര്യം മറന്നു പോകരുത്. നമ്മുടെ ശാസ്ത്രം വളരെ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശാസ്ത്രം പറയുന്നു, ഇല്ല, മനുഷ്യന്റെ മദ്യപാനത്തിൽ നിന്ന് മാറ്റം വരുത്തുവാൻ കഴിയും. എങ്ങനെ മാറ്റം വരുത്തുവാൻ കഴിയും? ഇവർ പറയുന്നു, അവർ ഗുളിക കണ്ടുപിടിച്ചു. ഈ മദ്യപിക്കുന്ന മനുഷ്യൻ താൻ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിന്റെ അകത്ത് താൻ കലക്കി കൊടുക്കും. ഭാര്യയും മക്കളും മാത്രം അറിഞ്ഞുകൊണ്ട് കലക്കി കൊടുക്കുന്നത്. പക്ഷെ മദ്യപിക്കുന്ന മനുഷ്യൻ അറിയത്തില്ല. അങ്ങനെ ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്റെ ജീവിതത്തിൽ മദ്യത്തോട് വലിയ അറപ്പായി തുടങ്ങി. മദ്യം കാണുമ്പോൾ തന്നെ അദ്ദേഹം ഛർദ്ദിക്കുന്ന അവസ്ഥയായി തീരും. അങ്ങനെ തന്നെ മദ്യത്തിൽ നിന്ന് വലിയ മാറ്റം വരും. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു.
2 മാസം കഴിഞ്ഞു, അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ വീണ്ടും ആ ഗുളികയുടെ ശക്തിയൊക്കെ തീർന്നു കഴിയുമ്പോൾ വീണ്ടും ആ മനുഷ്യൻ മദ്യത്തിന് ആശ്രയിച്ചിട്ട് ആദ്യം മദ്യപാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ മനസ്സിന്റെ സമനില തെറ്റി അനേക ഭ്രാന്തന്മാരെ പോലെ എന്ന് പറഞ്ഞാൽ മാനസികമായി തകർന്ന് എത്ര പേരെന്നറിയാമോ ഭ്രാന്താശുപത്രിയിൽ കിടക്കുന്നത്. ഇന്ന് പകൽ ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു കാര്യം വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിൽ ഗുളിക്ക് കഴിയാത്തത് പോലീസ് തന്ന ലാത്തി ചാർജിലോ അവർ തന്നെ പെറ്റി കേസിലോ കഴിയാതെ നിന്റെ ജീവിതത്തില് മദ്യത്തിന് അടിമയായി നിരിക്കുന്നുവെങ്കിലോ അവിടെ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? നല്ല വാർത്തയാണ് സുവിശേഷം. സുവിശേഷം ഒരു മതപ്രസംഗമല്ല. സുവിശേഷം ഒരു മതം മാറ്റുന്ന പരിപാടിയല്ല. സുവിശേഷം എന്താണ്? സുവിശേഷം എന്ന് പറഞ്ഞാൽ ഉത്തരം ഒരു മാർഗമാണ്. എന്താണ് മാർഗം? നിന്റെ ജീവിതത്തിന് സമാധാനം തരുന്ന മാർഗം, സന്തോഷം തരുന്ന മാർഗം, അപ്പനെയും അമ്മയെയും ഒക്കെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം ഒരു വ്യക്തിയെ കുറിച്ചാണ്. ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകലില് ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ശക്തമായൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് പറയാനുള്ളത് മതത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനില്ല, പിന്നെ ഞങ്ങൾക്ക് മാർഗത്തെ കുറിച്ച് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ഇത് പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെയും വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ആഫ്രിക്കയിൽ നരഭോജികളിടയിൽ ഈ സുവിശേഷം കടന്നു ചെന്നു. നിങ്ങൾക്കറിയാമോ, നരഭോജി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പച്ചയ്ക്ക് ഭക്ഷിക്കുന്ന നരഭോജിയിടയിൽ ഈ സുവിശേഷം കടന്നു ചെന്നു. അങ്ങനെ അനേകം നരഭോജികള് സുവിശേഷത്തിന് മുമ്പിൽ വിട്ടുമടക്കി അവര് കുഞ്ഞാടുകളെ പോലെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചു. അവിടെ കടന്നു ചെന്ന ഒരു ദേവാസൻ അവിടെ നടക്കുന്ന മീറ്റിംഗിനകത്ത് ചോദിച്ചു, അല്ലയോ സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സുവിശേഷം വന്നപ്പോൾ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? അവർ പറഞ്ഞു, പ്രിയ ദൈവദാസ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സുവിശേഷം എന്ന മാറ്റം വന്നതുകൊണ്ടാണ് അങ്ങ് ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ആഹാരം പ്രിയ ദൈവദാസനായി തീർന്നേനെന്ന് ആ നരഭോജികൾ പറയുവാനോട് വന്നു. നരഭോജിയെ നരസ്നേഹിയാക്കിയ മാറ്റിയ മാർഗം സുവിശേഷമാണ്. സുവിശേഷം ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ശങ്കുറപ്പോടെ ആവശ്യത്തോടെ ഇത് പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെയും വലിയ വിപ്ലവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ ആളുകള് ഓരോ സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് തെരുവോട്ടങ്ങളിൽ യേശുവിനെ പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന ആവേശം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പാടാൻ എന്തോരം പാടിയാലും തീരത്തില്ല, എന്തോരം പ്രസംഗിച്ചാലും തീരത്തില്ല. അതുകൊണ്ട് യേശു ആരാണെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയണം. യേശു ആരാണെന്നുള്ള ചോദ്യത്തിന് ഒത്തിരി ഉത്തരം നമുക്ക് പറയാൻ കഴിയും. ചില ആളുകൾ പറയും, യേശു മറിയുടെ മകനാണ്, യേശു യോസേഫിന്റെ മകനാണ്, യേശു മരിച്ചവരെ ഉയർപ്പിച്ചവരാണ്, യേശു അത്ഭുതം ചെയ്യുന്നവരാണ്. എന്നാൽ യേശു ആരാണെന്നുള്ളതിന്റെ യഥാർത്ഥമായ ഉത്തരം എന്ന് പറഞ്ഞാൽ യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്, കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകലിന് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവെന്ന് പറയാൻ കാരണം? അറിയപ്പെടണം, നമുക്കറിയണം. ഈ ലോകത്ത് മുഴുവനും അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ഏക മനുഷ്യനാൽ വിശുദ്ധ തിരുവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, ഏക മനുഷ്യനാൽ മനുഷ്യന് പാപം വന്നു. അപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, പെണ്ണുങ്ങൾ എന്നോട് ചോദിച്ചു, സിൻഡോ എങ്ങനെ ഈ പാപം എന്റെ അപ്പൻ ചെയ്തോത്തിന് എങ്ങനെ എനിക്ക് ഈ പാപം വരുന്നത്? പറയാം. യേശു രോഗിയായ ഒരു മാതാവിനും പിതാവിനും ഒരു കുഞ്ഞിനെ ജനിക്കുന്നിരിക്കട്ടെ, ആ കുഞ്ഞു പാപം ചെയ്തിട്ടാണോ ആ യേശു വരുന്നത്? അല്ല, രക്തത്തിൽ കൂടി ആ പാപം ആ രക്തം ആ രോഗത്തെ പിടിച്ച് ആ കുഞ്ഞിനെയും അത് ആക്രമിക്കുക. എന്നാൽ മനുഷ്യൻ ഏക മനുഷ്യനെ പാപം ചെയ്ത് രക്തത്തിൽ കൈമാറുന്നത് പോലെ മാറി മാറി വന്ന മനുഷ്യൻ മുഴുവനും പാപത്തിന് അടിമയായി തീർന്നു. പാപം എന്ന വാക്ക് ബൈബിളിന്റെ മാത്രം പുസ്തകത്തിൽ എല്ലാ മതങ്ങളും കണ്ടും കേട്ടും പഠിച്ചും വരുന്ന കാര്യമാണ്. പാപം എന്ന വാക്ക് നിങ്ങൾക്കറിയാമോ? തമസ്സോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ എന്ന് ഹൈന്ദവ വേദം വിളിച്ചു പറയുക, ഇസ്ലാം വേദം വിളിച്ചു പറയുന്നു. ഇബ്ലീസിന്റെ കുത്തോ ഏൽക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും ദുനിയാവിൽ ഇല്ല. വിശുദ്ധ ബൈബിൾ എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇന്ന് പകലില് നിന്റെ ജീവിതത്തിന്റെ സമാധാനമില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ, നാളുകളായി ലോകത്തിന് അടിമയായി കിടക്കുന്നുവെങ്കിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, നീ പാപത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയാ. ആ പാപത്തിൽ നിന്ന് മാറ്റം വന്നെങ്കിൽ മാത്രമേ നിന്റെ
ജീവിതത്തിനകത്ത് സമാധാനം വരത്തുള്ളൂ, സന്തോഷം വരത്തുള്ളൂ. അങ്ങനെ ഇരിക്കെ കർത്താവ് യേശു, നമ്മളെല്ലാവരും അറിയാലോ, ഡിസംബർ 25-ാം തീയതി യേശുവിന്റെ ജനനം ആഘോഷിക്കുക. യേശുവിന്റെ ജനനത്തിന് മുമ്പ് ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പറയുന്നൊരു കാര്യം നേരെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ ഉള്ളിൽ ഒരു ശിശു ഉരുവാൻ പോവുകയാണ്. അതൊരു കാര്യം പറഞ്ഞു, അവൻ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. ഇന്ന് പകൽ യേശുവിനെ കുറിച്ച് ഞങ്ങൾ ഈ ദേശത്ത് നിന്ന് പ്രസംഗിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ഹെബ്രയർ മാലാഖ വിളിച്ചു പറയുന്നു, ഒറ്റ കാര്യമേ ഉള്ളൂ, യേശു എന്ന് പേര് വരാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ ഇവൻ നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് ഇവന് യേശു എന്ന് പേർ വിളിക്കണം. അതുകൊണ്ടാണ് ഇന്ന് പകൽ യേശുവിനെ കുറിച്ച് ഞങ്ങൾ ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ജനനം അത്ഭുതമായിരുന്നു. നിങ്ങൾക്കറിയാമോ, എല്ലാവരും ഡിസംബർ മാസം 25-ാം തീയതി പുൽക്കൂട് കെട്ടി നക്ഷത്രങ്ങൾ തൂക്കി യേശുവിന്റെ ജനനം ആഘോഷിക്കുക. എന്നാൽ അടുത്ത ദിവസം പത്രത്തിൽ വരുന്ന വാർത്ത ഇങ്ങനെയായിരിക്കും: മലയാളി ക്രിസ്തുമസ് ആഘോഷിച്ച കാരണത്താൽ 2000 കോടി രൂപയുടെ മദ്യം മലയാളികൾ കുടിച്ചു. ശരിയല്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ സ്നേഹിത, യഥാർത്ഥമായിട്ട് യേശു നിന്റെ ഹൃദയത്തിൽ ജനിച്ചാൽ, നിന്റെ ഉള്ളിൽ ജനിച്ചാൽ നീ മദ്യത്തോട് വിട പറയും. ഇന്ന് പകൽ ക്രിസ്ത്യാനി എന്ന പേരിന് നീ യോഗ്യനായിക്കൊണ്ട് എല്ലാ യേശുവിന്റെ ജനനം നീ ആഘോഷിച്ച് മുന്നോട്ട് പോയിട്ട് മദ്യത്തിന് അടിമയായി, കഞ്ചാവിന് അടിമയായി നീ മുന്നോട്ട് പോയാൽ ഒരിക്കലും യേശു നിന്റെ ഹൃദയത്തിൽ ജനിക്കുന്നില്ല. യേശുവായിട്ട് നിനക്കൊരു കുലബന്ധം പോലുമില്ലെന്ന് ഈ ദേശത്തോട് ഞാൻ വിളിച്ചു പറയുകയാ. ഇന്ന് പകൽ യേശു എവിടെ ജനിക്കണം? യേശു നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ജനിക്കണം. അങ്ങനെ യേശുവിന്റെ ജനനം. അങ്ങനെ 33 തിരുവയസ്സ് വരെ കർത്താവ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് യേശു തന്റെ ആദ്യത്തെ അത്ഭുതം കർത്താവ് ചെയ്തു. അതിനുശേഷം കർത്താവ് മരിക്കണമെന്ന് പിതാവായ ദൈവത്തിന് ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ട് മരിക്കണം? മനുഷ്യന്റെ പാപത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി യേശു മരിക്കണം. നിനക്കറിയാമോ, പഴയ നിയമകാലം നോക്കിയാൽ ചരിത്ര ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: അവർ പാപത്തിനൊത്തവണ്ണം കുറുമ്പ്രാവിനെ, ആടിനെ, കാളയെ ഒക്കെ യാഗം കഴിക്കണം. ആ യാഗത്തിൽ പ്രസാദിച്ച് അവന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞാടിനെ വെളിപ്പെടുത്താറുണ്ട്. ഇന്ന് പകൽ അനേകർ നോക്കി ഒരു കുറ്റവും കാണാത്തൊരു കുഞ്ഞാട്, അവന്റെ പേരാണ് കർത്താവായ യേശു. അങ്ങനെ യേശു മരിക്കണമെന്ന് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. നിനക്കറിയാമോ, ഇന്ന് മനുഷ്യർ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അനേക മലകൾ കയറുന്നു, തീർന്നില്ല. അനേക നോയമ്പ് നോക്കുന്നു, അനേക ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ഇവിടെയൊന്നും മനുഷ്യന് യഥാർത്ഥമായിട്ട് സമാധാനം, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പകൽ പാപത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി ഒറ്റ മാർഗമേ ഉള്ളൂ. ആ മാർഗത്തെയാണ് ഇന്ന് പകൽ ഈ ദേശത്ത് ഞങ്ങൾ ഉയർത്തുന്നത്. ആ നാമത്തിന്റെ പേരാണ് യേശുവിന്റെ നാമം. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു അവര് പോകുന്ന വഴിക്ക് അങ്ങനെ യേശുവിനെ പിടിച്ചുകൊണ്ടുവരുന്ന സമയം മുതൽ പെട്ടെന്ന് വെറുതെ വാക്ക് നിർത്താം. യേശു ഗദസമനയിൽ വെച്ച് യേശുവിനെ അവർ പിടിച്ചു. യേശുവിനെ പിടിച്ചുകൊണ്ടുവരുമ്പോ 4 കോടതിയിൽ മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. ഒരു കുറ്റവും യേശുവിനെ മേൽ കണ്ടില്ല. പിന്നെ പീലാത്തോസ് കൈ കഴിയിട്ട് ഇങ്ങനെ പറഞ്ഞു: ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇന്ന് പകൽ ഈ ദേശത്തെ കുറിച്ച് ദേശത്തോട് ശക്തമായിട്ട് പറയാം. ഇവിടുത്തെ കോടതി മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കാണാത്ത ഒറ്റ ഒരുവനേ ഉള്ളൂ. ഇന്ന് പകൽ അവനെ ഞങ്ങൾ ഈ ദേശത്ത് ഉയർത്തുന്നത്. അവന്റെ പേരാ കർത്താവായ യേശു ക്രിസ്തു. തീർന്നില്ല. കർത്താവ് യേശുവിനെ അവർ പിടിച്ചു. അതിന് പീലാത്തോസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവരെ അടിച്ചിട്ട് വിട്ടയച്ചേക്കാം. അങ്ങനെ യേശുവിനെ പീലാത്തോസിന്റെ ഗബത എന്ന കൽത്തളത്തിന് ഒരു കൊണ്ട നിർത്തി. ഒരു മനുഷ്യനെ അടിക്കാൻ ഏൽപ്പിച്ചാൽ അവനെ റാ പോലെ വളച്ചു നിർത്തും. അവന്റെ പുറത്തെ ചാട്ടമാറുകൾ അഞ്ഞുപതിക്കും. ചൂണ്ടകളും അസ്ഥികഷ്ണങ്ങളും ഈയക്കട്ടുകൾ കൊണ്ട് നിറഞ്ഞ 2 ചാട്ടമാറുമായി 2 പട്ടാളക്കാർ അടുത്തു വന്നു. യേശുവിന്റെ പുറത്ത് ചാട്ടമാറുകൾ അഞ്ഞുപതിച്ചു. അവന്റെ പുറമെല്ലാം ഉഴബച്ചാല് പോലെ കീറിപ്പോയി. ഉടനെ എന്നിട്ടും അവര് വിട്ടില്ല. അതിനുശേഷം അവനെ ക്രൂശിക്കുവാൻ വിട്ടുകൊടുത്തു. അവന്റെ തലയിൽ ഒരു
ഒരു പച്ച എന്ന് പറഞ്ഞാൽ ഒരു മുള്ളുകൊണ്ട് ഒരു കിരീടമുണ്ടാക്കി യേശുവിന്റെ തലയിൽ അടിച്ചിറക്കി. അവന്റെ മുഖത്ത് അവർ തുപ്പി. ഗവൺമെന്റ് ചെമ്പുനാളങ്ങൾ കൂട്ടിപ്പിടിച്ച് യേശുവിന്റെ താടിരോമങ്ങൾ പിഴുതെടുത്തു. എപ്പോഴും യേശു പറഞ്ഞ കാര്യമുണ്ട്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽ സ്നേഹിത, ഈ ദേശത്ത് നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിപ്പാൻ ഞങ്ങൾ നൽകുന്ന കാര്യമുണ്ട്. ഒരിക്കൽ ആർക്കും വേണ്ടാത്ത ഞങ്ങളെ ഈ നിൽക്കുന്ന ദൈവദാസന്റെ കയ്യിലോട്ട് നയിക്കൊന്ന് കൈമാറിയാൽ അവരും പറയും, ഒരു കാലത്ത് നാടിന് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, എല്ലാവരും ഞങ്ങൾ തള്ളിക്കളഞ്ഞതാ, എല്ലാവർക്കും പാലയായിട്ട് ജീവിതത്തിന്റെ കാലം ഞങ്ങളുടെ പുറകിലുണ്ട്. പോലീസിന്റെ ലാത്തി ചാർജ് കൊണ്ടോ അവർ തന്ന പെറ്റി കേസ് കൊണ്ടോ അവർ തന്ന അടി കൊണ്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഒറ്റ മാർഗമേ ഉള്ളൂ. ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ മാർഗം. അതുകൊണ്ടാണ് തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കൊരു പണിയില്ലാത്തവരല്ല, പണിയില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇന്ന് ഞാൻ പറയാം, ഞാൻ ഓട്ടോ ഓടിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറാ. ഞങ്ങളുടെ കീഴ്ത്തോ എന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുക. ആ ദേശത്ത് ഓട്ടോ ഓടിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറാ ഞാന്. പക്ഷേ ഈ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ എന്നെ വിടുവിച്ച ദൈവത്തെ, എന്റെ ജീവിതത്തിൽ സമാധാനം തന്ന ആ യേശുവിനെ പരസ്യമായി ഉയർത്തുന്നതിന് എനിക്ക് അഭിമാനമുണ്ട്. ഇതാ സുവിശേഷം എന്ന് പറയുന്നത്. തീർന്നില്ല. അതിനുശേഷം യേശുവിനെ ഒരു പച്ച പൈമന കുരിശുമായി അതാ യേശു യെരൂശലേം തെരുവീതിയിൽ കൂടി കടന്നു പോകുകയാണ്. വീണ്ടും എഴുന്നേറ്റു യേശു കടന്നു പോകുകയാണ്. യേശു കടന്നു പോകുമ്പോൾ അനേകർ യേശുവിനെ അനുഗമിച്ചു, അനേകർ യേശുവിനെ പരിഹസിക്കുന്നു. അനേക സ്ത്രീകൾ യേശുവിനെ അടുക്കൽ കരഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ യേശു പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറയെ ചൊല്ലിക്കരയുവീൻ. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് കർത്താവ് യേശു വിളിച്ചു പറഞ്ഞു, യേശുവിന് വേണ്ടി ആരും കരയണ്ട, യേശുവിന്റെ പേര് പറഞ്ഞ ആരും കരയണ്ട, പിന്നെയോ നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയണം. ഇന്ന് പകൽ ഞാൻ ദേശത്തിൽ പറയട്ടെ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒത്തിരി കാശ് നീ സമ്പാദിച്ചില്ലെങ്കിലും അവർക്ക് വേണ്ടി വിദ്യാഭ്യാസം ഇന്ന് പകൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ തയ്യാറാകണമെന്ന്. ഇന്ന് പകല് നശിച്ചു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ ഇന്ന് പകൽ ദേശത്തോട് ഞാൻ ശക്തമായി വിളിച്ചു പറയുകയാണ്. അങ്ങനെ യേശു കടന്നുപോയി. അങ്ങനെ 2 കള്ളന്മാരെ നടുവിൽ യേശുവിനെ അവർ ക്രൂശിച്ചു. ഒരു കള്ളൻ യേശുവിനെ പരിഹസിക്കുന്നു, ഒരു കള്ളൻ യേശുവിനെ സ്വീകരിക്കുന്നു. ഒരു കള്ളൻ പറഞ്ഞു, പ്രഭു അങ്ങ് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണം. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ഇന്ന് പകലൊരു കാര്യം പറയട്ടെ, നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒറ്റ ഒരുവരെ ഉള്ളൂ. അവനെ ഇന്ന് പകൽ ഈ ദേശത്ത് ഞങ്ങൾ ഉയർത്തുന്നത്. അവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. ഇന്ന് പകൽ ശങ്കുറപ്പോടെ ആവേശത്തോടെ ഇന്ന് പകൽ ഈ ദേശത്ത് യേശു ഉയർത്തുകയാണ്. അങ്ങനെ യേശു കർത്താവ് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് 7 മണി പറഞ്ഞ ശേഷം അവസാനം യേശു ഉറക്കെ വിളിച്ചു, പ്രാണനെ വിട്ടു. എന്താണ് യേശു വിളിച്ചു പറഞ്ഞത്? ഇന്ന് പകൽ ദേശത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുക. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അവസാനത്തുള്ള രക്തം വരെ കാൽവരി ഊറ്റി തമ്മിൽ വിളിച്ചു പറയുന്നു, സകലവും നിവൃത്തിയായി, സകലവും നിവൃത്തിയായി. എന്താണെന്നറിയാമോ? ഇനി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കർമ്മങ്ങളും ശേഷിക്കുന്നില്ല, ഒരു യാഗങ്ങളും ശേഷിക്കുന്നില്ല. തൻ അവസാനത്തുള്ള രക്തം വരെ ഊറ്റി തന്നുകൊണ്ട് പറഞ്ഞു, സകലവും നിവൃത്തിയായി. യേശുവിനെയാ ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തുന്നത്. അങ്ങനെ യേശു ഉറക്കെ വിളിച്ച് പ്രാണനെ വിട്ടു. അങ്ങനെ യേശുവിനെ ഒരു കല്ലറയുടെ അകത്ത് യേശുവിനെ അടക്കം ചെയ്തു. അങ്ങനെ കർത്താവ് യേശു എല്ലാവരും പറഞ്ഞു, സുവിശേഷം ഇവിടെ കൊണ്ട് തീർന്നു, യേശുവിന്റെ ശക്തി ഇവിടെ കൊണ്ട് തീർന്നു, ഇനി അത്ഭുതമില്ല, ഇനി യേശുവിന്റെ പേരിൽ ഇവിടെ ഒന്നും നടക്കത്തില്ല. ഒരു കാര്യം ചെയ്ത് ഇങ്ങനെയാണ്, പിലാത്തോസ് അടിക്കച്ചെന്ന് പറഞ്ഞു, പ്രഭു ഇവൻ ജീവിച്ചിരിക്കുമ്പോൾ വന്നിട്ടുണ്ട്, ഇപ്പൊ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് പറഞ്ഞു, കാവൽക്കൂട്ടത്തെ വിട്ടുതരണമെന്ന് പറഞ്ഞു. കാവൽക്കൂട്ടത്തെ വിട്ടുകൊടുത്തു. റോമ ഗവൺമെന്റ് ഇമ്പീരിയ മുദ്രയാൽ കല്ലറ മുദ്ര ചെയ്യപ്പെട്ടു. സത്യം സുവിശേഷം ഇവിടെ കൊണ്ട് തീർന്ന സകല വിധി എഴുതിയപ്പോൾ അതാ 3 ദിവസമേ എന്നെ യേശുവിനെ കല്ലറകത്ത് ഒതുക്കാൻ കഴിഞ്ഞുള്ളൂ. 3-ാമത്തെ ദിവസം, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷയമുള്ള എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒറ്റ ഒരുവനേ ഉള്ളൂ.
അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകൽ ഞാൻ കാര്യം പറയട്ടെ, നിനക്കറിയാമോ ലോകത്തെ നമ്മളെല്ലാവരും ഇവിടെ അനേകം മഹാന്മാർ ജീവിച്ച സ്ഥലമാ. അവർ പറഞ്ഞു ഞാൻ മരിക്കാൻ പോവുകയാ, ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തേരെ, അല്ലെങ്കിൽ ഒരു സ്മാരകം പണിതേരെ എന്നൊക്കെ അവര് പറഞ്ഞത്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ പറയട്ടെ, എന്നെ യേശു പറഞ്ഞു ഞാൻ മരിച്ച് കല്ലറയുടെ തീരത്തില്ല, മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞതുപോലെ യേശു ഉയർത്തെഴുന്നേറ്റു. നിനക്കറിയാമോ ലോകം കണ്ട അനേകം മഹാന്മാർ, നിനക്കറിയാം പ്ലേറ്റോ, ജൂലിയസ് സീസർ, ഹിറ്റ്ലർ, മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അബ്ദുൽ കലാം, വാജ്പേയി, അങ്ങനെ അനേകം മഹാന്മാർ കല്ലറകത്ത് അവർ ഒതുങ്ങുമ്പോൾ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കർത്താവ് അവർ കല്ലറകത്ത് ഒതുക്കാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട്, പാതാളത്തെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഒറ്റ ഒരുവരേ ഉള്ളൂ. അവന്റെ പേരാ കർത്താവായ യേശു ക്രിസ്തു. ഒറ്റക്കവിന്റെ വാക്കുകൾ നിർത്താം. അതിനുശേഷം യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്ത സമയത്ത് ശിഷ്യന്മാരടുക്കൽ വിളിച്ചു. അത് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ ആളുകൾ ഈ ദേശത്ത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി ഈ സുവിശേഷം പറയാൻ കാരണം അറിയാമോ? അവർ പറഞ്ഞിങ്ങനെയാണ്, നിങ്ങൾ ദേശത്തൊക്കെ കടന്നു ചെല്ലണം, സർവസൃഷ്ടികളോടും ഈ സുവിശേഷം പറയണം. അതുകൊണ്ടാണ് സ്നേഹിത ഈ സുവിശേഷം പറഞ്ഞിട്ട് ഒത്തിരി പേരെ അടിച്ചിട്ടുണ്ട്, ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്, ഒത്തിരി പേരെ കഴുത്തറുത്ത് മാറ്റിയിട്ടുണ്ട്, ഒത്തിരി പേരെ തീരകത്തിട്ടിട്ടുണ്ട്, ഒത്തിരി പേരെ ചാണകം തീറ്റിച്ചിട്ടുണ്ട്. അത് തിന്നിട്ടും ഞങ്ങൾ ഭയമില്ലാതെ പേടിയില്ലാതെ യേശുവിനെ പ്രസംഗിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ അത് മറക്കരുത്. ഒരു നിത്യജീവനെ കണ്ട യേശുവിനെ പ്രസംഗിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, ഈ സുവിശേഷം പ്രസംഗിച്ച കാരണത്താൽ ഒത്തിരി പേർ അടിച്ചിട്ടോ കൊന്നിട്ടോ അവിടെ കൊണ്ടൊന്നും സുവിശേഷത്തിന് ശക്തിയെ തടയാൻ ലോകത്തെ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയും, ഇപ്പോൾ ഈ പ്രസംഗിക്കുന്ന സിൻഡോയെ വേണമെങ്കിൽ അടിക്കാം, സിൻഡോയുടെ കഴുത്ത് വേണം ഇവിടെ അറുത്ത് മാറ്റിക്കളയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, സുവിശേഷം തീരുമെന്ന് ഓർത്തുകൊണ്ട് ഇതൊന്നും ചെയ്യണ്ട, ഇവിടെ വീണ്ടും ഞാൻ മരിച്ചാലും അടുത്ത ദിവസം എന്നേക്കാൾ വലിയ ശക്തന്മാരെ എഴുന്നേൽപ്പിച്ച് ഈ സുവിശേഷം ദേശത്തോട് വിളിച്ചു പറയും. സുവിശേഷത്തെ തടയാൻ ലോകത്തെ ഒരു ശക്തികൾക്കും കഴിയുകയില്ലെന്നതിൽ വലിയ സന്തോഷത്തോടെ ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുക. തീർന്നില്ല. യേശു അവസാനം സമയത്ത് യേശു പറഞ്ഞു, ശിഷ്യന്മാര് യേശു ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് ദൂതന്മാർ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്തിനാ ആകാശത്തോട് നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ടുപോയ യേശുവില്ലേ, പോയതുപോലെ മടങ്ങി വരും. ഒരു കാര്യം പറഞ്ഞ വാക്ക് നിർത്തുകയാ. ഒത്തിരി നാള് സ്നേഹിത കള്ളു കുടിക്കരുത്, കഞ്ചാവ് വലിക്കരുത്, ഇങ്ങനെ വലിക്കരുത് പറയാൻ ഒത്തിരി നാൾ പ്രസംഗിക്കാൻ ഞങ്ങളെപ്പോലെ ആളുകൾ ഇനി ഒത്തിരി നാൾ കാണത്തില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ യേശു മടങ്ങി വരാറായി, ഞങ്ങളുടെ യേശു മടങ്ങി വരാറായി. ഇന്ന് പകലത്തിന് മുമ്പ് ഒറ്റ നിമിഷം യേശുപ്പാ ഞാൻ പാപിയാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും? നിങ്ങൾ ഈ ശബ്ദം വരുന്നില്ല. നീ ആരാണെന്നോ, നിന്റെ ജാതിയോ വർഗമോ വർണ്ണമോ നിന്റെ പേരൊന്നും അറിയണ്ട. ഒറ്റ കാര്യം, യേശുവേ ഞാൻ പാവിയായ മനുഷ്യനാണ്. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എന്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത് വിശ്വസിക്കുന്നപ്പാ. ഇന്ന് മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം, ഇന്ന് മുതൽ അങ്ങക്ക് വേണ്ടി ജീവിക്കാം. ഒരു നിമിഷം ആ ഹൃദയത്തോടെ കൈ ഒന്ന് ചേർത്ത് പിടിച്ചേ. യേശുപ്പാ, എനിക്ക് യേശുവിനെ വേണം, എനിക്ക് യേശുവിനെ വേണം. ഇന്നു മുതൽ എന്റെ കുടുംബത്തിലൊക്കെ നാഥനായി വരണം, എന്റെ കുടുംബത്തിലൊക്കെ രാജാവായി, എന്റെ കുടുംബത്തിലെ ഏത് പ്രതിനിധിക്ക് പരിഹാരമായി യേശുപ്പാ അങ്ങ് എന്റെ ഹൃദയത്തിൽ വാഴണം. ഒരു നിമിഷം ആ ഹൃദയത്തോട് കൈ ചേർത്ത് പിടിച്ചേ. പാപത്തിൽ ജീവിക്കുന്നവനെ നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ഉള്ളം നീ മുഴുവൻ തുറന്നു തള്ളയാം യേശുവിൻ കയ്യിലേൽപ്പിക്കാ നീ. ഒറ്റ നിമിഷം, യേശുപ്പാ ഞാൻ പാപിയായ മനുഷ്യനാണ്, ഇന്നു മുതൽ ഞാൻ അങ്ങക്ക് വേണ്ടി ജീവിക്കാം,
നിന്റെ പാപം എത്ര കടുചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒറ്റ മാർഗം. ഇന്ന് പകൽ നീ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഡോക്ടർമാർ നിന്നെ തള്ളിക്കളഞ്ഞോ? ഇന്ന് പകൽ തീരെ രോഗത്താൽ നീ ഭാരപ്പെടുന്നോ? യേശുവിനെ സൗഖ്യം. ആത്മഹത്യ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു സ്നേഹിത, ആത്മഹത്യ ചെയ്യരുത്. പ്രിയ സഹോദരി, ആത്മഹത്യ ചെയ്യരുത്. പ്രിയ കുഞ്ഞെ, ആത്മഹത്യ ചെയ്യരുത്. നിന്നെ സ്നേഹിക്കുന്ന യേശുവുണ്ട്. ഒറ്റ നിമിഷം ആ യേശുവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാം. ആ ഹൃദയത്തോട് കൈ ചേർത്ത് പിടിച്ച് തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? മറ്റ് ഒരു രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യൻ നൽകപ്പെട്ട ഒറ്റ നാമം ആ യേശുവിലേക്ക് സ്വാഗതം ചെയ്യാം. ഇപ്പോൾ അഭിഷേക് ദേവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒറ്റ കാര്യം, ആ ഹൃദയത്തോട് കൈ ചേർത്ത് പിടിച്ച്, ആ കൈ ചേർത്ത് പിടിച്ച് ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ ചേർത്ത് പിടിച്ച് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവശക്തി വ്യാപരിക്കുന്ന പകലായി തീരട്ടെ. ഇന്ന് പകൽ ശാന്തമായി ഈ ദേശത്ത് ഞങ്ങൾ ചുമ്മാ കടന്നു വന്നതല്ല, ഇവിടെ ദൈവത്തിന് നിയോഗത്തിലാണ് കടന്നു വന്നത്. ഒരു നിമിഷം നമുക്ക് എല്ലാവരും ഹൃദയത്തോട് കൈ ചേർത്ത് പിടിക്കുമ്പോൾ പ്രിയ അഭിഷേകൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മധ്യാഹ്ന സമയത്ത് ദൈവദാസന്മാരാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ കടന്നു വന്ന് ആത്മീയ ഗീതങ്ങൾ പാടുവാൻ, ആമേൻ, തിരുവചനം ശുശ്രൂഷിക്കുവാനൊക്കെയും ദൈവം സഹായിച്ചതിനായി നന്ദിയോടെ അങ്ങയെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. പിതാവേ, തിരുവചനം കേട്ട, ആത്മീയ ഗീതങ്ങൾ കേട്ടതായ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ ദേശത്തോട് വിളിച്ചു പറഞ്ഞതായ തിരുവെഴുത്തുകൾ കർത്താവേ അത് ആത്മാക്കളായി പരിണമിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. പാപത്തിന്റെ അടിമനുഖത്തിൽ കിടക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടണമേ, സംസാരിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. രോഗത്താൽ ഭാരപ്പെടുന്നവരെ, സങ്കടങ്ങളാൽ ഭാരപ്പെടുന്നവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകണമേ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആമേൻ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്തെ ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സത്യദൈവമാകുന്ന ആമേൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമക്കളായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. ഈ ദേശത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവദാസന്മാരാകുന്ന ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹമായി മാറുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികൾക്ക് സുഖം നൽകുന്നു. യേശുക്രിസ്തു ഭൂതബാധയിൽ വിടുതൽ നൽകുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു രാജാതി രാജാവായി വീണ്ടും വരുന്നു. എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ കേട്ട എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.